Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ടൈറ്റൻസിനെ കൊല്ലാനായിട്ട് എറിന്റെ സഹായത്താൽ ഒരു പ്രത്യേക ടെക്നോളജി അവർ ക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. അതിന്റെ സഹായത്താൽ ഒരുപാട് ടൈറ്റൻസിനെ അവിടേക്ക് ആകർഷിച്ച് അവർ കൊന്നുകളയുകയാണ്. കണ്ണാടിപ്പെണ്ണ ഹിസ്റ്റോറിക്കാണെങ്കിൽ അതെല്ലാം കണ്ട് ഒരുപാട് സന്തോഷം. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് കെനി മരണത്തിന് കീഴടങ്ങുന്നതിന് മുൻപായിട്ട് ആ ഒരു ടൈറ്റനായി മാറാനുള്ള ലിക്വിഡ് അത് ലീവായി ഏൽപ്പിക്കും. ലീവായി ആണെങ്കിൽ അത് കമാൻഡേഴ്സിൻ്റെയും കണ്ണാടിപ്പെണ്ണിൻ്റെയും ഒക്കെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. അത് ടൈറ്റനായി മാറാനുള്ള ലിക്വിഡാണ്. ടൈറ്റൻസിൻ്റെ നട്ടൽ നിന്നാണ് ആ ഒരു ദ്രാവകം എടുക്കുന്നതെന്നാണ് കരുതുന്നത്. അത് ഓക്സിജനുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതങ്ങനെ ആവിയായി പോകുന്നതായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ആക്ച്വലി ഇത് റിസർച്ച് ചെയ്യുക എന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് കണ്ടുപിടിച്ചുള്ള ടെക്നോളജി അത് വളരെ വലുത് തന്നെ ആയിരിക്കണം. കമാൻഡർ ആണെങ്കിൽ ഒരു സജഷൻ മുൻപോട്ടേക്ക് വെക്കും. അങ്ങനെയാണെങ്കിൽ ഇത് പരീക്ഷണത്തിന് അയക്കുന്നതിന് പകരമായിട്ട് ആരുടെയെങ്കിലും ദേഹത്ത് ആർക്കെങ്കിലും ഇത് ഉപയോഗിക്കാൻ കഴിയോ? ഉടനെ സക്കിളിനാണെങ്കിൽ ഇപ്പോൾ എർവിനോട് ചോദിക്കും, നിന്നെ കൊണ്ടിത് കഴിയോ? അതിന് എർവിൻ പറയും, പരിക്കേറ്റ ഒരു സൈനികൻ മാത്രമാണ്, എന്നെ കൊണ്ടിത് പറ്റില്ല. ലീവായി, നിനക്കത് ചെയ്യാൻ പറ്റുമോ? എന്നെ കൊണ്ടിത് പറ്റുമോ? അതിന് ലീവായി ആണെങ്കിൽ ഇതൊരു ഓർഡർ ആണോ അല്ലയോ എന്ന് തെളിച്ച് പറയണം. അതിന് എർവിൻ സ്മിത്ത് പറയും, ഓർഡറൊന്നും അല്ല, നിനക്ക് പറ്റുമെങ്കിൽ സ്വീകരിക്കാം. അതിനുശേഷം ഇതാരാണോ ഉപയോഗിക്കേണ്ടതെന്ന് നിനക്ക് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. അത് ആക്സെപ്റ്റ് ചെയ്യാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഷാഡി പറഞ്ഞ കാര്യങ്ങൾ അതെല്ലാം ചേർത്ത് വെച്ച് ഒരു റിപ്പോർട്ട് ക്രിയേറ്റ് ആക്കിയ നമ്മുടെ കണ്ണാടിപ്പെണ്ണ ആഞ്ചി, അവളാണെങ്കിൽ ആ റിപ്പോർട്ട് എർവിൻ സ്മിത്തിന് സമർപ്പിക്കും. അവരാണെങ്കിൽ ആ റിപ്പോർട്ട് വായിക്കും. ശരിക്കും പറഞ്ഞ എറിന്റെ അച്ഛനും ആനയെയും ബെർണോൾഡിനെയും പോലെ ആ മതിലിന് പുറത്തു നിന്നാണല്ലേ ഇവിടേക്ക് വന്നത്. അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞ ഒരു ടൈറ്റന്റെ ശക്തി അതുണ്ടായിരുന്നു അല്ലേ? ഡോക്ടർ ആണെങ്കിൽ അവരിൽ നിന്നും വ്യത്യസ്തനായിരുന്നു. ആ രാജകുടുംബം അതാരൊക്കെയാണെന്ന് കണ്ടെത്താനാണ് അദ്ദേഹം ശ്രമിച്ചത്. പക്ഷേ അദ്ദേഹത്തെ കൊണ്ട് ഒറ്റയ്ക്ക് അത് ചെയ്യാൻ കഴിയില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. എല്ലാം കൈവിട്ടു പോകുന്ന അവസ്ഥയിൽ ആ ഒരു ബേസ്മെന്റ് അത് തന്റെ 10 വയസ്സുകാരനായ മകനാണ് അദ്ദേഹം കാണിച്ചു കൊടുത്തതും അതിന് താക്കോൽ ഏൽപ്പിച്ചതും. എല്ലാത്തിനുള്ള ഉത്തരം ആ ഒരു ബേസ്മെന്റിൽ ഉണ്ടെന്നാണ് അദ്ദേഹം എറിനോട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അതിലെന്തായിരിക്കും? അതിന് എർവിൻ സ്മിത്ത് പറയും, ഒരുപക്ഷെ ആദ്യത്തെ രാജാവ് മായ്ച്ചു കളഞ്ഞിട്ടുള്ള ഈ മതിലുകൾക്കപ്പുറമുള്ള ഒരു ലോകത്തിന്റെ കാര്യമായിരിക്കും അതിലുണ്ടാവുക. 10 ദിവസത്തിന് ശേഷം നമുക്ക് തന്നെ നേരിട്ട് അവിടേക്ക് പോയി അതിനുള്ളിലുള്ള രഹസ്യം അതെന്താണെന്ന് അറിയാമെന്ന് പറയും. അത് കേട്ട് ഹാൻജിയും ടീമും ആണെങ്കിൽ അവിടുന്ന് കടന്നു പോവാണ്. അവർ പോയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ആണെങ്കിൽ ആ ഡോർ ക്ലോസ് ചെയ്ത് എർവിൻ സ്മിത്തിനോട് പറയും, ഇതൊരല്പം നേരത്തെയാണെന്ന് നമുക്കറിയാം. ആ നഗരം അത് തിരിച്ചു പിടിച്ചതിന് ശേഷം എന്താണ് ശരിക്കും നീ ലക്ഷ്യം വെക്കുന്നത്? ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം അത് ആ ഒരു രഹസ്യ അറയിലാണ്. അതിനുശേഷം മാത്രമായിരിക്കും എന്റെ തീരുമാനം ഞാൻ എടുക്കുക. അത് കേട്ട് ലീവായി പറയും, നിന്നെ കൊണ്ടിപ്പോ പഴയതുപോലെ ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല. ഓൾറെഡി ഇതിനോടകം തന്നെ ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. ഹാൻജി, അവൾ തീർച്ചയായിട്ടും നിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറാണ്. അത് കേട്ട് ഇപ്പൊ എർവിൻ സ്മിത്ത് പറയും, അതിന്റെ ആവശ്യമില്ല, എന്നെ വേണമെങ്കിൽ ഒരു ഇരയായിട്ട് ഇട്ട് കൊടുക്കാം. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഹാൻജി തന്നെ സ്വയമേ ആ ഒരു റെസ്പോൺസിബിലിറ്റി അത് ഏറ്റെടുത്തുകൊള്ളൂ. ഹാൻജിക്കും അവളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റാരെങ്കിലും ആ റെസ്പോൺസിബിലിറ്റി അത് ഏറ്റെടുത്തേക്കാം. ഈ ഒരു മിഷൻ അത് കംപ്ലീറ്റ് ആവണമെങ്കിൽ അല്ലെങ്കിൽ സക്സസ് ആവണമെങ്കിൽ ഞാൻ കൂടെ ആവശ്യമാണ്. ഒരു കാര്യം മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം മനുഷ്യർക്ക് വേണ്ടിയാണ്, ഒരു പുതിയ യുഗത്തിനു വേണ്ടിയാണ്. അത് കേട്ട് ലീവായി പറയും, അതെ, ജയിക്കാനും അതുപോലെ തോൽക്കാനും ചാൻസ് ഉണ്ട്. പക്ഷെ തോറ്റ ഇവയോടൊപ്പം നിന്റെ വേർപാട് കൂടെ സഹിക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞൊന്നും വരില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം നിന്നോട് അപേക്ഷിച്ചത്. ഇത്രയും വലിയൊരു ഇമ്പാക്ട് താങ്ങാൻ നമ്മളെ കൊണ്ട് ഇപ്പൊ കഴിയില്ല. മനുഷ്യവംശത്തിന്റെ പ്രതീക്ഷ നീയാണ്. അതുകൊണ്ട് നീ ഇവിടെ ഇരുന്ന് കൂടുതൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്താൽ മാത്രം മതി. അത് എക്സിക്യൂട്ട് ചെയ്യുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. എർവിൻ സ്മിത്തിനാണെങ്കിൽ അത് സമ്മതിക്കാനായിട്ട് ബുദ്ധിമുട്ട്. അയ്യോ ഇല്ല, ഒരു കാരണവശാലും ഞാനത് സമ്മതിക്കില്ല. എന്നെ ഒരു ഇരയായിട്ട് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് വിജയിക്കാൻ എളുപ്പമാണ്. അത് കേട്ട് ലീവായി ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഒരിക്കൽ കൂടി നീ അത് പറഞ്ഞ തീർച്ചയായിട്ടും നിന്റെ 2 കാലും കൈയും കൂടെ ഞാൻ തല്ലി ഒടിച്ച് ഇവിടെ ഇരുത്തും. വാൾമറിയെ തിരിച്ചു പിടിക്കുമ്പോൾ നിനക്ക് വെറുതെ ഇവിടെ നോക്കിയിരിക്കേണ്ടതായിട്ട് വരും. അതിന് എർവിൻ സ്മിത്ത് പറയും, നീ പറഞ്ഞത് ശരിയാണ്, പരുക്കു പറ്റിയൊരു സൈനികൻ പോരാടാനായിട്ട് പാടില്ല. പക്ഷേ ഇത്രയും വലിയൊരു ചരിത്രപ്രധാനമായിട്ടുള്ള കാര്യം നടക്കുമോ? എന്നെ കൊണ്ട് ഒരിക്കലും വെറുതെ ഇരിക്കാൻ കഴിയില്ല. എനിക്കും അതിൽ പങ്കാളിയാവാൻ ആഗ്രഹമുണ്ട്. ഞാൻ അതിനുവേണ്ടിയാണ് ജീവിക്കുന്നത് പോലും. കാര്യങ്ങളെല്ലാം കേട്ട ലീവായി ആണെങ്കിൽ ഇപ്പൊ അദ്ദേഹത്തോട് പറയും, ഓക്കെ, നിന്റെ ആ ഒരു തീരുമാനം ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് കടന്നു പോവാണ്. അപ്പോഴായിരിക്കും മറ്റൊരു കാര്യം വെളിവാക്കപ്പെടുക. ടൈറ്റൻസിന്റെ ആക്രമണം അത് രൂക്ഷമായതോടുകൂടെ കന്നുകാലികളെ പോലുള്ള മൃഗങ്ങളെ വളർത്തുക എന്നത് വളരെയധികം പ്രയാസമായി മാറി. അതിനുശേഷം കൃഷിക്കും മറ്റ് ഭക്ഷ്യവസ്തുക്കൾക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത വാൾമറിയ അത് തിരികെ പിടിക്കാൻ പോകുന്ന തലേന്ന് എല്ലാ സോൾജേഴ്സിനും ഇപ്പൊ ഇറച്ചിയായിരിക്കും കഴിക്കാനായിട്ട് കൊടുക്കുക. ഒരുപാട് കാലത്തിന് ശേഷം ഇറച്ചി കണ്ട അവര് ഒരുപാട് സന്തോഷത്തോടും ആക്രാന്തത്തോടും കൂടെ ആ ഇറച്ചിയെല്ലാം തന്നെ കടിച്ചു പറിച്ചു തിന്നും. തഷയാണെങ്കിൽ ആക്രാന്തത്തിൽ മുഴുവനും എടുത്ത് അവള് തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കും. ഉടനെ ജിന്നും ടീമും ആണെങ്കിൽ അവള് പിടിച്ചു വെച്ച് അവളുടെ കയ്യിലുള്ളത് വാങ്ങിക്കുകയാണ്. ഇവിടെ
മാർലോ ആണെങ്കിൽ അവളെ കളിയാക്കും. നിങ്ങൾ സർവേ കോപ്സ് ഇത്രയും ദാരിദ്ര്യം പിടിച്ചവരാണെന്ന് എനിക്കറിയില്ലായിരുന്നു. നിങ്ങളെ ഇറച്ചിയൊന്നും കാണാറില്ലല്ലേ? അത് കേട്ട് അവളാണെങ്കിൽ അവന്റെ മൂക്കിന് പഞ്ച് ചെയ്യും. കോണിയാണെങ്കിൽ ആക്രാന്തം മൂത്ത സഷയെ ഒരു ചെറിയ പില്ലറിൽ കെട്ടിയിടും. ഇവളാണ് നമ്മളോട് വർഷങ്ങൾക്ക് ശേഷം നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ ഇറച്ചി തരുമെന്ന് പറഞ്ഞവൾ. കട്ട് ചെയ്ത ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ഓഫീസേഴ്സിന്റെ ആ ഒരു സ്റ്റോറേജിൽ നിന്ന് ഒരു കഷ്ണം മീറ്റ് അടിച്ചുകൊണ്ട് വന്ന സഷയായിരിക്കും കാണിക്കുക. മറ്റുള്ളവർ കണ്ടുപിടിച്ചൊന്ന് മനസ്സിലാക്കിയപ്പോൾ അവൾ ക്യാഷ്ലായിട്ട് പറയും, നമുക്ക് ഈ ടൈറ്റൻസിനെയൊക്കെ തോൽപ്പിച്ചതിന് ശേഷം ഒരുപാട് കോഴികളെയും പശുക്കളെയൊക്കെ വളർത്തി ഈ ദാരിദ്ര്യമൊക്കെ മാറ്റാൻ കഴിയും. അടുത്ത നിമിഷം ടൈറ്റൻസ് ആണെങ്കിൽ അവർ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. എറിനാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് അങ്ങനെ നിൽക്കുകയാണ്. കോണിയാണെങ്കിൽ അവനോട് പറയും, വായോ നമുക്ക് ഫുഡ് കഴിക്കാം. അതിനെറും പറയും, സത്യത്തിൽ നമ്മൾ ഈ സ്ക്വാഡിലേക്ക് വന്നിട്ട് 6 മാസമായുള്ളല്ലേ? അതിന് കോണി പറയും, അതെ, അതിനോടകം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, എനിക്ക് ഓർക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നുന്നു പറഞ്ഞ് അവർ ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങും. ഇവിടെ മാർലോ എന്തുകൊണ്ടാണ് മുൻനിരയിൽ നിർത്താത്തതെന്നുള്ള ചോദ്യം അത് ഉയരുകയാണ്. ആ സമയത്ത് ഓപ്പോസിറ്റുള്ള ആളാണെങ്കിൽ അവനോട് പറയും, മാർലോ അവൻ സർവേ കോപ്സിലേക്ക് പുതുതായിട്ട് ജോയിൻ ചെയ്തതാണ്. അവൻ ഒരുപാട് കാര്യങ്ങൾ സർവേ കോപ്സിൽ നിന്ന് പഠിച്ചെടുക്കാനും മനസ്സിലാക്കാനും ഉണ്ട്. സോ അത്തരത്തിലൊരു കാര്യവും അറിയാതെ അവന് ഫ്രണ്ടിൽ കയറ്റി നിർത്താനായിട്ട് കഴിയില്ല. എല്ലാം കണ്ടുപിടിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് ആദ്യം നിങ്ങളെല്ലാവരെയും പുറകിൽ നിർത്തുന്നത്. അതല്ല എങ്കിൽ ആദ്യത്തെ അറ്റാക്കിൽ തന്നെ നിങ്ങളുടെയൊക്കെ ജീവൻ പോവും. പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അപകടത്തിലേക്ക് സ്വയം എടുത്തു ചാടുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞ് ജിന്നാണെങ്കിൽ ഇപ്പൊ നമ്മുടെ എറിനെ നോക്കും. എറിനാണെങ്കിൽ ജിന്നിനെ നോക്കിച്ചിരിക്കും. ഇത്രയും പവർ കുറഞ്ഞ എന്നെക്കുറിച്ചാണോ നീ ഇപ്രകാരം പറയുന്നത്? അങ്ങനെയാണെങ്കിൽ നീ ശരിക്കും ഒരു വിഡ്ഢിയാണെന്ന് പറയും. അത് കേട്ട് ദേഷ്യം വന്ന ജിന്നാണെങ്കിൽ ഇപ്പോ എറിന്റെ ഷട്ടിൽ കയറി പിടിക്കും. കുതിരയുടെ മുഖമുള്ള നീ കൂടുതൽ അട്രാക്ഷൻ കിട്ടാനല്ലേ മുടിയൊക്കെ നീട്ടി വളർത്തി ഇങ്ങനെ നിൽക്കുന്നത്? എന്നെക്കൊണ്ട് യാതൊരു പ്രയോജനമില്ലാന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഉരിഞ്ഞ് അട്ടികിട്ടി ബഹളം. ഇവിടെ ഫൈറ്റ് ചെയ്യുന്നത് കണ്ട് ചിലരാണെങ്കിൽ എൻജോയ് ചെയ്യും, ചിലരാണെങ്കിൽ ആ ഫൈറ്റ് കണ്ട് പകച്ചു നിൽക്കുകയാണ്. ഇവിടെ ജിന്നാണെങ്കിൽ എറിനെ കളിയാക്കും. നിന്റെ കയ്യിൽ ആ ടൈറ്റൻ ശക്തി ഉള്ളതുകൊണ്ടാണ് നീ ഇത്രയെങ്കിലും പിടിച്ചു നിൽക്കുന്നത്. അതല്ല എങ്കിൽ പണ്ടേക്ക് കാലിയായനെ. മാത്രമല്ല നിന്റെ നിർണായക ഘട്ടങ്ങളിലെല്ലാം തന്നെ നിന്നെ സേവ് ചെയ്തത് ആ ചുന്ദരി പെണ്ണ് മിക്കാസയാണ്. നീ ഇപ്പോഴും ഒരു നിപ്പിൾ കുപ്പിയാണെന്ന് പറയും. അത് കേട്ട് കലിയിളകിയ ഹീറോ എറിൻ അവൻ ദേഷ്യപ്പെടും. നിനക്ക് നിന്റെ അമ്മയെ പോലും ബഹുമാനമില്ല, സ്നേഹമില്ല. അങ്ങനെയുള്ള നീയാണോ എന്നെ അളക്കാൻ വരുന്നതെന്ന് ചോദിച്ച് അവരാണെങ്കിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആരും അവരെ പിടിച്ചു മാറ്റാനോ നിയന്ത്രിക്കാനോ വരില്ല. അവര് തളർന്നു പോയിട്ടും ഇറ്റയിൽ സ്റ്റോപ്പ് ചെയ്യാതെ അങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. 10 നിമിഷം ക്യാപ്റ്റൻ ലീവായി ആണെങ്കിൽ അവിടേക്ക് വന്ന് അവർ രണ്ടുപേരെയും അടിച്ച് തെറിപ്പിക്കുകയാണ്. ഒരുപാട് നേരമായി ഈ പ്രശ്നം ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഇവിടെ ബഹളം വെക്കാൻ പാടില്ല. രണ്ടുപേരും ഇവിടെ മുഴുവൻ ക്ലീൻ ചെയ്ത് കടന്നു പോകാനായിട്ട് പറയും. അങ്ങനെ അല്പസമയത്തിന് ശേഷം ആർമിനും കാസയും അവർ രണ്ടുപേരും ചേർന്ന് എറിനെ തൂക്കിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. എറിനാണെങ്കിൽ അവരോട് പറയും, യു ഗൈസ് ആർ അൺബിലീവബിൾ. നിങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ചും കൂടെ സ്നേഹം എന്നോട് കാണിച്ചുകൂടെ? ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കൊന്ന് ഇടപെട്ടുകൂടെ? അതിന് ആർമിൻ പറയും, എന്തായാലും പറ്റിയാൽ നീ റീജനറേറ്റ് ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഭയമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇടപെടാതിരുന്നത്. അത് കേട്ടേറിൻ തലയ്ക്ക് കൈ കൊടുക്കും. നിങ്ങൾ രണ്ടുപേരും നല്ല ആൾക്കാരാണ്. സത്യത്തിൽ ഞാൻ ലീവായെ പോലെയും നിന്നെ പോലെയൊക്കെ ആവാനാണ് ആഗ്രഹിച്ചത്. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ. പക്ഷെ കുഴപ്പമില്ല, അത്രയും പവർഫുൾ ആയെങ്കിലും നമുക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റൂ. നമ്മളെല്ലാവരും ഒത്തുചേർന്ന് ഒരുപോലെ പോരാടണം. അതുകൊണ്ടാണ് എല്ലാവരെയും ഡിഫറെൻ്റ് ആയിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്, ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമ്മളെപ്പോഴും ഒന്നായിരിക്കണം എന്ന് പറയും. അങ്ങനെ ഒരു കാര്യമായിട്ട് സംസാരിക്കുമ്പോഴായിരിക്കും ദൂരത്തായിട്ട് ആരോ കടന്നു പോകുന്നതായിട്ട് അവർ ശ്രദ്ധിക്കുക. ആ ആളെ കാണുമ്പോൾ അവർക്കാണെങ്കിൽ പെട്ടെന്ന് ഹാനസിനെ ആയിരിക്കും ഓർമ്മ വരിക. ഹാനസിനെ പോലെയുള്ള ഒരാൾ. വിക്കാസ് ആണെങ്കിൽ ഒരു സെക്കൻഡ് അവരുടെ പഴയ ആ ഹാപ്പി ആയിട്ട് ജീവിച്ചിരുന്ന കാലഘട്ടം ആലോചിക്കുകയാണ്. ഈ വാൾമറിയ അത് തിരികെ പിടിച്ചതിന് ശേഷം നമ്മുടെ ആ പഴയ ഹാപ്പി ലൈഫ് നമുക്ക് കിട്ടോ? അതിനേറി പറയും, തീർച്ചയായിട്ടും നമ്മളത് തിരികെ പിടിക്കും. നമുക്ക് നഷ്ടപ്പെട്ടതിനെ അതിനെ ഓർത്ത് നമ്മളത് ഇല്ലാതാക്കിയവരോട് പ്രതികാരം ചെയ്യുമെന്ന് പറയും. ആർമിനാണെങ്കിൽ അവരോട് പറയും, എനിക്ക് ഈ മതിലുകൾക്കപ്പുറത്തുള്ള സുന്ദരമായിട്ടുള്ള ഭൂമി കാണണം. വലിയ മലനിരകളും അതുപോലെ തന്നെ ഉപ്പുള്ള കടൽ വെള്ളങ്ങളും അതൊക്കെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് കേൾക്കുമ്പോൾ എറിനും പറയും, അതെ, ഞാനും ഇതിനെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്, എനിക്കിത് കാണാൻ ആഗ്രഹമുണ്ട്. എറിനാണെങ്കിൽ ശോകമായിട്ടിരിക്കുന്ന കണ്ട ആർമിനാണെങ്കിൽ അവനെ സന്തോഷിപ്പിക്കാനായിട്ട് ഓരോരോ കാര്യങ്ങൾ പറയും. എനിക്കിപ്പോഴും ഞാൻ പറയുന്ന വിശ്വാസമാവുന്നില്ലേ? സമുദ്രം ഒരു വലിയ സംഗതിയുണ്ട്. ഉറപ്പായാലും ഞാൻ നിന്നെയും കൂട്ടി അവിടേക്ക് പോവും. അത് കേട്ട് എറിഞ്ചിരിക്കും. അപ്പൊ ദൂരത്തായിട്ട് ലീവായി ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കേട്ട് അവിടെ ഇരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ സർവേ കോപ്സ് എല്ലാവരും വാൾമരിയെ തിരികെ പിടിക്കാനായിട്ട് എല്ലാ സെറ്റപ്പുകളുമായിട്ട് അവിടേക്ക് കടന്നുപോകാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് കണ്ണാടിപ്പെണ്ണ് ഹാൻജിയെ ഒരാളങ്ങനെ ഉച്ചത്തിൽ വിളിക്കും. പിടിച്ചത് മറ്റാരുമല്ല, സാക്ഷാൽ ഫ്രികൾ. തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് വാൾമറിയെ തിരികെ പിടിക്കാൻ പറ്റട്ടെ. അങ്ങനെ ജനങ്ങൾ ഓരോരുത്തരായിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ഇപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷം.
എർവിൻ സ്മിത്ത് ആണെങ്കിൽ ഇവർക്ക് പുറപ്പെടാനുള്ള സൈൻ കൊടുത്ത് അവിടുന്ന് അവരുടെ യാത്ര ആരംഭിക്കും. അപ്പൊ ദൂരത്തായിട്ട് വാൾവറയുടെ മുകളിൽ ട്രെയിനറിനെയും ബെർണോൾട്ടിനെ ആയിരിക്കും കാണിക്കുക. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.